നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും ഏതൊക്കെയെന്ന് നോക്കിയാലോ. സിസിജിയം അരോമാറ്റിക്കം എന്നറിയപ്പെടുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. ഗ്രാമ്പു പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത് ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ്. ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ആൻറ്റിസെപ്റ്റിക് ഘടകമായ യൂജിനോൾ, പിന്നെ ഫൈബർ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഗ്രാമ്പൂവിൻ്റെ ഉപയോഗത്തിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് പല്ലുവേദന ശമിപ്പിക്കാൻ ഗ്രാമ്പൂവിന് ഒരു പ്രത്യേക കഴിവുണ്ട്. പല്ലുവേദനയുള്ളിടത്ത് ഒരു ഗ്രാമ്പു കടിച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ എണ്ണ പുരട്ടുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ പല്ലുവേദന മാറിക്കിട്ടുന്നതായി കാണുന്നു. ഗ്രാമ്പു ആഹാരത്തിലോ ചായയിലോ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന, ദഹനക്കേട്, ഗ്യാസ് എന്നിവ കുറയാനായിട്ട് സഹായിക്കുന്നു. ഗ്രാമ്പൂവിൻ്റെ ഉപയോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ ചെറിയ തോതിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഗ്രാമ്പു അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ഗ്രാമ്പൂവിൻ്റെ എണ്ണ ചർമ്മത്തിൽ പുരട്ടിയാൽ ചിലപ്പോൾ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഗ്രാമ്പൂവിൻ്റെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അണുബാധകളെ തടയാനും സഹായിക്കുന്നു. ഗ്രാമ്പു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും എനിക്ക് തരുന്നില്ല. അതുകൊണ്ട് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.